ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീത ആണെങ്കിൽ വിജയലക്ഷ്മി അമ്മയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും രഞ്ജുവിനടുത്ത് നമ്മുടെ കണ്ണേട്ടന് നല്ല സ്നേഹമുണ്ട് അമ്മേ. പക്ഷേ അമ്മ എന്തുകൊണ്ടാണ് കണ്ണേട്ടനെ മാത്രം മാറ്റി നിർത്തിയത്? അതിനൊരു ഉത്തരം തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയോട് സ്നേഹം ഉണ്ടാവും കണ്ണേട്ടന്. ആ ഒരു രഹസ്യം എന്തിനാണ് ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത്? അമ്മയ്ക്ക് പറഞ്ഞൂടെ? അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ എനിക്ക് സാധിക്കും അമ്മ എന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മി അമ്മയോട് ഇങ്ങനെ ഗീതു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിൽ ഒന്നും അങ്ങനെ തുറന്ന് പറയുന്നുണ്ടല്ലോ, മനസ്സിലെങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അതറിയുന്ന നിമിഷം ആ സത്യങ്ങൾ ഞാൻ എന്തായാലും ഗീതുമോളോട് തന്നെ പറയുള്ളൂ. അത് അറിയുന്ന നിമിഷം ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. ശേഷം കാണിക്കുന്നത് വരുണും അതുപോലെ തന്നെ രാധികാമ്മയും സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ രാധികമ്മയാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ണനെ ചതിക്കുന്നത്. അപ്പം നമ്മുടെ വരുണാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് പോലെ പറയുകയാണ്, അത് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശീലമായിക്കോളാം അമ്മേ, ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ബ്രെയിൻ വാഷിംഗ് ആയിരിക്കും കേട്ടോ നമ്മുടെ രാധികാമ്മയെ. അപ്പം നമ്മുടെ രാധികാമ്മയാണെങ്കിൽ ഇങ്ങനെ എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരപ്പോൾ ഭയങ്കര പ്ലാനും കാര്യങ്ങളൊക്കെയാണ്, ഗീതുവിനെ പുറത്താക്കാനും പൈസ ഉണ്ടാക്കാനും അനാർക്കലിക്ക് കൊടുക്കണമല്ലോ, എന്നിട്ട് അവരിങ്ങനെ പൈസയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ടാവും. ശേഷം നമ്മുടെ പ്രിയയും അതുപോലെ തന്നെ ഗീതുവും സംസാരിക്കുകയായിരിക്കും കേട്ടോ. ഗീതു ആണെങ്കിൽ ഇങ്ങനെ മാധവനിങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ താലോലിക്കൊക്കെ ചെയ്യുമായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ പ്രിയ ആണെങ്കിലും പറയുന്നുണ്ട്, ചേച്ചിക്കും സ്വന്തമായിട്ടൊരു കുട്ടി വേണ്ടേ, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, എത്ര കുട്ടി വന്നാലും എൻ്റെ ഏറ്റവും മൂത്ത കുട്ടി ഈ മാധവനെ ആയിരിക്കും. ഈ മാധവ് കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ഒരു കുട്ടിയുള്ളൂ, ഇവനായിരിക്കും എൻ്റെ മൂത്ത കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്, അല്ലട മാധവ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തലോലിക്കുന്നതായിരിക്കും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതിഗംഭീരം തന്നെയാണ്. ആരും കാണാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.